ഇതുപോലുള്ള സദസ്സുകൾ ഒരുക്കപ്പെടുമ്പോൾ അവിടെ വന്നിരിക്കും. എന്നിട്ടോ ആ സദസ്സ് ശ്രദ്ധയോടെ വീക്ഷിക്കും. ഈമാനികമായ ഒരു കണികയെങ്കിലും ഹൃദയത്തിൽ അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഈമാനിന്റെ ഒരു ചെറുതിരിവട്ടം അവന്റെ ഹൃദയത്തിൽ കത്തുന്നുണ്ടെങ്കിൽ, ഇത്തരം സദസ്സുകളിൽ വന്നിരിക്കുമ്പോ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ, നരകത്തിലെ അദാബിനെ കുറിച്ച് പറയുമ്പോ അവന്റെ മനസ്സിൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള കൊതിയൂറുകയാണ്. നരകത്തെ കുറിച്ച് പറയുമ്പോ, നരകത്തിലെ കത്തിയാളുള്ള അഗ്നിയെ കുറിച്ച് പരാമർശിക്കുമ്പോ, അതിലുള്ള വിവിധ ശിക്ഷകളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ അവന്റെ ഹൃദയം വല്ലാതെ ഭയപ്പെടുകയാണ്. കാരണം എന്താ? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞുവല്ലോ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം സാദത്തുഹും ആയാതുഹു സാദത്തുഹും ഈമാനാ. അല്ലാഹു പഠിപ്പിക്കുകയാണ് വിശ്വാസിയുടെ സ്വഭാവം എന്താണ്, വിശ്വാസിയുടെ മാർഗം എന്താണ്. ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് അവന്റെ മുമ്പിൽ പറയപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ കുറിച്ച് അവന്റെ മുമ്പിൽ ഓർമ്മിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ആ മനുഷ്യരുടെ ഹൃദയം ഇങ്ങനെ കിടുകിടാ വിറക്കുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പരിചയപ്പെടുത്തപ്പെടുമ്പോ, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ, നരകത്തെ കുറിച്ച് പറയുമ്പോ, അവരുടെ ഹൃദയം ഇങ്ങനെ ഭയത്തോടുകൂടി വിറക്കുകയാണ്. മാത്രമല്ല, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മേൽ പറയപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ അവർക്ക് മുമ്പിൽ ഓതപ്പെട്ടാൽ, അവരുടെ സ്വഭാവം എന്താ? അല്ലാഹു പറയുന്നതെന്താ? അവർക്ക് ഈമാനങ്ങൾ വർദ്ധിച്ചു പോകുന്നതാണ്, അവരുടെ ഈമാനങ്ങൾ പ്രകാശിക്കുന്നതാ. ഒരു മുഅ്മിൻ ഒരല്പമെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള മനുഷ്യൻ ഇതുപോലുള്ള നല്ല സദസ്സിൽ വന്നിരിക്കുമ്പോ, അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ, നരകത്തെ കുറിച്ച് പേടിപ്പെടുത്തുന്ന അദാബുകളെ കുറിച്ച് കേൾക്കുമ്പോ അവന്റെ ഈമാനങ്ങൾ കത്തിജ്വലിക്കുകയാ, അവന്റെ ഈമാനിന് പ്രകാശമോറുകയാ. അതവന്റെ ഹൃദയത്തിൽ കടന്നിങ്ങനെ പ്രകാശിച്ച് അതിന്റെ ബഹിർസ്ഫുരണം അവന്റെ പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് അവന്റെ മനസ്സിൽ തോന്നുന്നത്, ഞാൻ എനിക്ക് നന്നാവാൻ സാധിക്കണം, എനിക്ക് എന്റെ റബ്ബിന്റെ തൃപ്തി നേടാൻ സാധിക്കണം എന്ന ചിന്ത അവന്റെ ഹൃദയത്തിൽ പൊട്ടിമുളക്കുമ്പോ, നന്നാകണമെന്ന ചിന്ത കടന്നു വരുമ്പോ, ഇതുപോലുള്ള സദസ്സിലിരിക്കുന്നവരെന്താ ചെയ്യുന്നത്? നേരെ സദസ്സിലേക്ക് കയറി വരും. എന്നിട്ട് ഉസ്താദിനെ കാണും, ഉസ്താദിന്റെ കയ്യിൽ ഒരു സംഭാവന ഏൽപ്പിക്കും. എന്നിട്ട് പറയുന്ന വാക്കെന്താ? ഈ ദുനിയാവിലെ ജീവിതം അവസാനിക്കുമ്പോ എനിക്ക് നല്ല മരണം കിട്ടണം, അതിനുവേണ്ടി ദുആ ചെയ്യണം. പോരാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ബർസഖിയായ ജീവിതത്തിന്റെ അവസാനം എന്നോണം നന്മതിന്മകളെ തൂക്കപ്പെട്ടു കഴിഞ്ഞാൽ, അതാ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്ക് വിടുമ്പോ ഒരു വിഭാഗത്തെ നരകത്തിലേക്കും പറഞ്ഞയക്കപ്പെടുമ്പോ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കണം. കഴിഞ്ഞ നിമിഷം വരെ തെമ്മാടിത്തരങ്ങളിൽ മുഴുകി ജീവിച്ച മനുഷ്യനാ, അല്ലാഹുവിനെ കുറിച്ച് പേടിയില്ലാതെ ജീവിച്ച മനുഷ്യനാ, തെമ്മാടിത്തങ്ങളിൽ മുഴുകി ജീവിച്ച മനുഷ്യനാണ്. പക്ഷേ സംഭവിച്ചതെന്താ? ഈമാന്റെ ഒരു ചെറു തിരുവട്ടം ഹൃദയത്തിലുണ്ട്. ഇതുപോലുള്ള സദസ്സുകളിൽ വന്ന് അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്തുകൾ കേൾക്കുമ്പോ, പടച്ചവനെ കുറിച്ച് കേൾക്കുമ്പോ, ആ ഹൃദയത്തിലുള്ള ഈമാൻ ഇങ്ങനെ കത്തിജ്വലിക്കുകയാ. അതിന്റെ ഒരു ബഹിസ്ഫുരണം അവന്റെ പുറത്തേക്ക് വന്നതാ. അതിൽ നിന്നാണ് അവന് ചിന്തയുണ്ടായത്, എനിക്ക് നന്നായി തീരണം, എന്റെ ജീവിതം മെച്ചപ്പെട്ടതാക്കണം എന്ന ചിന്ത അവനെ ഉടലെടുത്തുവെന്ന് മാത്രമല്ല, അതിനുവേണ്ടിയാണ് അവൻ ദുആ ചെയ്യിപ്പിക്കുന്നത്. അവൻ പറയുന്ന വാക്കെന്താ? എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം, സ്വർഗത്തിലേക്ക് തിരിക്കപ്പെടുന്ന വിഭാഗത്തിൽ എനിക്ക് ഉൾപ്പെടണം. അതിനുവേണ്ടിയാ ദുആ ചെയ്യേണ്ടത്. എന്റെ മരണപ്പെട്ടു പോയ മാതാവ്, എന്റെ മരണപ്പെട്ടു പോയ പിതാവ്, എന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അവരുടെ പേരിൽ 100 രൂപ സംഭാവന ചെയ്തിട്ട് പറയുന്നതെന്താ? അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴിതെളിയാൻ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാകാൻ ദുആ ചെയ്യണമെന്ന ഞാൻ പറഞ്ഞു വന്നത്. ഏതൊരു മനുഷ്യന്റെയും മോഹമല്ലേ, ഏതൊരു മനുഷ്യന്റെയും കൊതിയല്ലേ, ഉള്ളിലുള്ള അടങ്ങാത്ത ആഗ്രഹമാണല്ലോ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക എന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് പോകുന്നവരാരാ? സ്വർഗത്തിന്റെ അവകാശികളാരാ? പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്.